ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമ്മുടെ മാർക്കറ്റ്സ് ഏകദേശം 2500 പോയിന്റ് നിഫ്റ്റി വീണിട്ടുണ്ട്. 26,200 ലെവൽസ് ചെയ്യുന്ന റീസെൻ്റായിട്ട് 23,850 വരെ മാർക്കറ്റ് വീണു. ദറ്റ് വിൽ ബി അറൗണ്ട് 2,500 പോയിൻറ്റ്സ് ആൻഡ് 10% fall. 10% fall is very normal in a long-term bull market. അപ്പം കഴിഞ്ഞ ബുധനാഴ്ച when US elections outcome came, market bounced back to 24,500, but after that again it has fallen down. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഇനി മാർക്കറ്റ് എത്രത്തോളം താഴും, അതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇപ്പോൾ വന്ന റീസെൻറ്റ് ലോ 23,850 എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യുമോ അതോ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ആശങ്ക. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഫോൾ എന്ന് പറയുന്നത് ഇന്ത്യ സ്പെസിഫിക് ഫോളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIs have sold around 1,15,000 crore worth of shares in October. That will be around $13.5 billion. സെക്കൻഡ് എന്ന് പറയുന്നത് സൗത്ത് കൊറിയയിലാണ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺലി അറൗണ്ട് $3 billion. അപ്പോൾ ദിസ് ഈസ് എ വെരി സ്പെസിഫിക് ഇന്ത്യ സ്പെസിഫിക് സെല്ലിംഗ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗ ജോൺസും നാസ്ഡാക്കും എല്ലാം ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈവൻ ഇഫ് യു സി യൂറോപ്യൻ മാർക്കറ്റ്സ് എല്ലാ മാർക്കറ്റ്സും അപ്പാണ്. ആൻഡ് പിന്നെ ഉള്ളത് ചൈനീസ് മാർക്കറ്റ്സ് ആണ്. ചൈനീസ് മാർക്കറ്റ്സ് 30% അപ്പാണ് ഫ്രം സെപ്റ്റംബർ 15th. അപ്പോൾ ഈ ഒക്ടോബർ മാസത്തെ സെല്ലിംഗ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ മാസത്തെ സെല്ലിംഗ് ആണ് ഞാൻ ഈ $13.5 billion എന്ന് പറയുന്നത്. ബട്ട് ദ സെല്ലിംഗ് സ്റ്റാർട്ടഡ് ഫ്രം സെപ്റ്റംബർ 27th ഓൺവേർഡ്സ്. ശരിക്കും ഈ FI സെല്ലിംഗ് ട്രിഗർ ചെയ്തിരിക്കുന്നത് നമ്മൾ സെബി വന്നിട്ട് ഡെറിവേറ്റീവ് ട്രേഡിങ്സിൽ കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് സെബി ഹാഡ് എ ഫീലിംഗ് ദാറ്റ് retail investors are losing money in the trading derivative markets. അപ്പോൾ അവർ കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ലൈക്ക് വീക്ക്ലി എക്സ്പയറി ട്രേഡിങ്സിൻ്റെ എണ്ണം അവർ കുറച്ചു. അപ്പോൾ പിന്നെ രണ്ടാമതെന്നുള്ളത് ലോട്ട് സൈസ് കൂട്ടി. അപ്പം there were a lot of FIs എന്ന് വെച്ചാൽ ഹെഡ്ജ് ഫണ്ട്സും ഷോർട്ട് ടേം ഫണ്ട്സും they were all investing, they all brought money in India specifically for this expiry trading. ഷോർട്ട് ടേം ഫണ്ട്സാണ്. അപ്പോൾ ഈ സെബിയുടെ ഈ റൂള് വന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ FIസിൻ്റെ ആദ്യം സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഹെഡ്ജ് ഫണ്ട്സ് അവർക്ക് ഇനി ഇവിടെ എക്സ്പയറി ട്രേഡിംഗ് ഇല്ലാത്ത കാരണം ദേ സ്റ്റാർട്ടഡ് സെല്ലിംഗ് ആൻഡ് ടേക്കിംഗ് മണി ഓഫ് ഇന്ത്യൻ മാർക്കറ്റ്സ്. അതാണ് തുടക്കം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെൽ ഇന്ത്യ ബൈ ചൈന എന്നുള്ളൊരു പോളിസി FIs എടുത്തത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ is trading at a PE of 23 times, but Chinese markets PE was less than 10. എന്നിട്ട് ചൈനീസ് ഗവൺമെൻറ് അവർ കുറച്ച് സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവന്നു ടു റിവൈവ് ചൈനീസ് എക്കോണമി, ലൈക്ക് റെഡ്യൂസിങ് മോർഗേജ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ബൈ 0.5%, അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. ആൻഡ് FIs were feeling that India was overvalued and China was relatively less valued. So they started selling India and then taking the money into China. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ചൈനയിൽ FIs $15 billion വർത്ത് ഓഫ് ഷെയർസ് വിറ്റു. അപ്പോൾ ആ സ്റ്റിമുലസ് പാക്കേജ് കൊണ്ടുവന്നിട്ട് ദേ പമ്പ് ബാക്ക് $53 billion ഇൻ ചൈനീസ് മാർക്കറ്റ്സ്. അത് കാരണം ചൈനീസ് മാർക്കറ്റ് 30% കയറി വിത്തിൻ 2 weeks ടൈം. ഒക്ടോബർ മാസം മൊത്തം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വിറ്റിരിക്കുന്നത് $13.5 billion ആണ് വിറ്റിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ടേക്ക് ഫ്രം 27th September till yesterday, the FIs have sold 1,50,000 crore worth of shares. This is the highest selling ever by FIs. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ നമ്മൾ കോവിഡ് ടൈമിൽ ഈ 1,50,000 crore rupees എന്ന് പറയുമ്പോഴത്തേക്ക്
it will come to around $17.5 billion. Okay, COVID time they had only sold $10 billion. അപ്പോൾ അന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് വീണു. കാര്യം ഡൊമസ്റ്റിക് ഇൻഷുറൻസിൻ്റെ കയ്യിൽ അത്രയും മണി പവർ ഇല്ലായിരുന്നു. അത് കേട്ട് ഇതിനെക്കാട്ടി ഒരു വലിയ ഫോള് വന്നിരിക്കുന്നത് in 2008 when there was a global meltdown. At that time FI sold $15 billion. പക്ഷെ നമ്മൾ ഇത് സ്ട്രിക്റ്റായിട്ട് നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ പറ്റില്ല. കാര്യം 2008 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇതിനെക്കാട്ടി വളരെ കുറവായിരുന്നു, 2020 വളരെ കുറവായിരുന്നു. ഈവൻ ദെൻ നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് എ ഹ്യൂജ് എമൗണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വൈ FIs എവിടെ പൈസ പോയിരിക്കുന്നത്? ചൈന, പിന്നെ ജപ്പാൻ has also gone up. Japan also relatively trading at low valuations. അങ്ങോട്ടൊക്കെയാണ് പൈസ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇന്ത്യ ഹാസ് ബീൻ ഗോയിങ് ത്രൂ എ പ്രൊലോങ്ഡ് ബുൾ റൺ. ദാറ്റ് ഈസ് വൺ തിങ്. ഫിനോമിനലായിട്ട് സ്റ്റോക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഫ്രണ്ട് ലൈൻ സ്റ്റോക്സ്, മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്സ്. ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഓരോ മീറ്റിങ്ങിനും നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയും, നമ്മൾ മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ്സിലൊക്കെ നമുക്ക് ഫിനോമിനൽ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 500 ഷെയർ ഉണ്ടെങ്കിൽ പാർട്ടായിട്ടെങ്കിലും നമ്മൾ കുറേശ്ശെ വിൽക്കുക. കാര്യം ഒരു സെല്ലിങ് വരുന്ന സമയത്ത് എങ്ങോട്ടാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതല്ലാതെ നമുക്ക് 100% വിൽക്കേണ്ട അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കേണ്ടതായിരുന്നു. ഇനിയും എടുത്താലും കുഴപ്പമില്ല, നമുക്ക് നല്ല റിട്ടേൺസ് ഉള്ള മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലൊക്കെ നമുക്ക് കുറേ പ്രോഫിറ്റ്സ് എല്ലാം വിറ്റ് പോവാം. അപ്പോൾ ഈ ഇന്ത്യ സ്പെസിഫിക് സെല്ലിങ് വരാനുള്ള റീസൺ വൺ ഈസ് ഓവർ വാല്യുവേഷൻ റിലേറ്റീവ് ടു അതർ മാർക്കറ്റ്സ്. നമ്മുടെ ഗ്രോത്ത് അനുസരിച്ച് വലിയ കൂടുതലാണെന്ന് പറയുന്നതിൽ എന്നാലും 23 PE കമ്പയർഡ് ടു അതർ എമർജിങ് മാർക്കറ്റ്സ് ഇസ് ഓവർ വാല്യുവേഷൻ. പിന്നെ രണ്ടാമത് നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബുൾ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ദേ വിർ ഓൾ മേക്കിംഗ് പ്രോഫിറ്റ്സ്. തേർഡ് ഐ ഫീൽ ഇസ് ഈ ഒരുപാട് സെബി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് FIs എനിക്ക് തോന്നുന്നു ഒരു വാശിയോടുകൂടി വിൽക്കുകയാണെന്ന് തോന്നുന്നു. ആൻഡ് ദർ ഹാസ് ബീൻ നോ കമൻട്രി ഫ്രം ദി ഗവൺമെൻറ്. ഫോർ എക്സാമ്പിൾ ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്നോ മാർക്കറ്റ് ഇത്രയും വീണിട്ട് അവരാരും അതിനെക്കുറിച്ച് ഒരു കമൻട്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോധറേഷനായിട്ടോ ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ടാവും. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഷോർട്ട് ടേം FIs അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട്സ് ആണെന്നുണ്ടെങ്കിലും നൗ ഐ തിങ്ക് അതർ FIs ഓൾസോ ജോയിൻഡ് ഇൻ. അപ്പം ഇതിനകത്ത് ദോ ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് സെൽ ഇന്ത്യ ബൈ ചൈന, ആഫ്റ്റർ സം ടൈം സെപ്റ്റംബർ എൻഡ് കഴിഞ്ഞിട്ട് വെൻ ദ റിസൾട്ട് സ്റ്റാർട്ടഡ് കമ്മിങ് ഔട്ട് വി ഫൗണ്ട് ദാറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഗ്രോത്ത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഇന്ത്യൻ മാർക്കറ്റ്സിൽ ഇല്ല. ഇപ്പോൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത കമ്പനീസിൻ്റെ റിസൾട്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8% ഇയർ ഓൺ ഇയർ കഴിഞ്ഞ ക്വാർട്ടറിൽ സെയിൽസ് കൂടിയിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റ്സ് ആർ ഡൗൺ ബൈ 2%. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ EPS വിൽ ഗ്രോ അറ്റ് 15%, 20% എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് ടു കാർത്തിക് നൗ, ഈസ് ടെല്ലിംഗ് നൗ ഒരു 10% പോലും ഫുൾ ഇയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ പുവർ പെർഫോമൻസ് ഓഫ് അവർ കോർപ്പറേറ്റ് സെക്ടർ? രണ്ട് കാര്യങ്ങൾ ആട്രിബ്യൂട്ട് ലിസ്റ്റിംഗ് ടു 2 things. വൺ ഈസ് മൺസൂൺസ് എക്സസീവ് മൺസൂൺസ് ആയ കാരണം എക്കണോമിക് ആക്ടിവിറ്റി കുറച്ച് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് സ്പെൻഡിങ് ദോ ഗവൺമെൻറ് അവരുടെ റവന്യൂസ് ഒരുപാട് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് സ്പെൻഡിങ് വാസ് വെരി ലെസ് ഡ്യൂറിങ് ദി ലാസ്റ്റ് 6 months. അപ്പോൾ ഇനി ഈ സെപ്റ്റംബർ എല്ലാവരും ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ കഴിയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ്സ് കുറച്ചുകൂടെ എക്കണോമിക് ആക്ടിവിറ്റി വിൽ പിക്കപ്പ്. കാര്യം മൺസൂൺസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 6 മാസം കണ്ടതിനെക്കാട്ടി ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും കമ്പനീസിൻ്റെ പ്രോഫിറ്റും എക്കോണമി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കണ്ട ഈ ലോ ദാറ്റ് ഇസ് 23,850 എന്ന് പറയുന്ന ലോ വിൽ ഇറ്റ് ബ്രേക്ക് ഓർ നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ FI സെല്ലിങ്. ഞാൻ നേരത്തെയൊക്കെ പറയുമായിരുന്നു FIs സെല്ല് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല, വി ഹാവ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, മന്ത്ലി അറൗണ്ട് 40,000 crores or 30,000 crores ആർ കമ്മിങ് ത്രൂ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇപ്പോഴത്തെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദിസ് റീസെൻറ്റ് സെല്ലിംഗ് ഓഫ് $17.5 billion the FIs have sold only 1.75% of their total holdings in India. അപ്പോൾ that is very frightening.
ഇനി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന 23,850 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 24,500 വരെ വന്നു. അപ്പോൾ മാർക്കറ്റ് ഒരു റിക്കവറി വരികയാണെന്നുണ്ടെങ്കിൽ 24,500 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 25,000 ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഫോർ ദാറ്റ് FIs ഹാവ് ടു സ്റ്റോപ്പ് സെല്ലിങ്. അപ്പോൾ ഇനി 23,850 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും, കുറേ വോളറ്റിലിറ്റി കാണും, ഈ ലെവലിലൊക്കെ നിൽക്കും. ബട്ട് കൺസിസ്റ്റൻറ്റ് സെല്ലിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മേ ഫോൾ അനദർ 500 points to 23,300. അവിടെ നല്ല സ്ട്രോങ് സപ്പോർട്ടുണ്ട്. അവിടെ സ്ട്രോങ് സപ്പോർട്ട് മാത്രമല്ല, ഒരു നമ്മൾ ടെക്നിക്കൽ അനാലിസിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പാറ്റേണിൻ്റെ ടാർഗറ്റ് 23,300 ആണ്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23,300 വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ജനറലായിട്ട് നമുക്ക് ഒരു പ്ലസ് പോയിൻ്റായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2020 മാർക്കറ്റ് ഒരു മെൽറ്റ് ഡൗൺ വന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറ്റ് വാസ് എ ഗ്ലോബൽ പ്രോബ്ലം ഡ്യൂ ടു കോവിഡ് ഇഷ്യൂ. 2008 മാർക്കറ്റ് ഭയങ്കരമായിട്ട് വീണത് അത് ഗ്ലോബൽ മെൽറ്റ് ഡൗൺ, ലേമൻ ബ്രദേഴ്സിൻ്റെ തകർച്ചയും അങ്ങനെയുള്ള ഒരുപാട് ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം വീണു. പക്ഷേ ഇത്തവണ ഇന്ത്യ സ്പെസിഫിക് സെൽ ഓഫ് ആണ്. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ദീസ് FIs ആർ സെല്ലിങ് കണ്ടിന്യൂസ്ലി. ആൻഡ് ഇഫ് യു ടേക്ക് അതർ ഫാക്ടേഴ്സ് ലൈക്ക് ഈവൻ ഇപ്പോൾ നമ്മുടെ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ 6 months ഗ്രോത്ത് കുറവായിരുന്നു. ബട്ട് അവർ ലോങ് ടേം സ്റ്റോറീസ് സ്റ്റിൽ ഇൻടാക്റ്റ്. എന്ന് വെച്ചാൽ എമർജിങ് മാർക്കറ്റ്സിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ലാർജ് എക്കോണമിയിൽ ഒരെണ്ണം ഇന്ത്യ തന്നെയാണ്, അതിനൊരു സംശയമില്ല. സോ FIസിൻ്റെ സെല്ലിങ് ഇന്നല്ലെങ്കിൽ നാളെ നിൽക്കും. ഓക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇഫ് ഇറ്റ് വാസ് എ ഗ്ലോബൽ പ്രോബ്ലം ദെൻ എല്ലായിടത്തും ഒരു മെൽറ്റ് ഡൗൺ വന്ന കൂട്ടത്തിൽ ഇന്ത്യയിൽ ഒരു മെൽറ്റ് ഡൗൺ വന്ന് ഭയങ്കരമായിട്ട് താഴെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ പേടിക്കാനായിട്ടുള്ള വലിയൊരു ഫോളൊന്നും മാർക്കറ്റിൽ വരില്ല. എൻ്റെ ഫീലിംഗ് ഈ FI സെല്ലിങ് ഇപ്പോഴും ഇന്നലെയും 3,000 സംതിങ് ക്രോസിന് വിറ്റിട്ടുണ്ട്. എവറി ഡേ, സെപ്റ്റംബർ 27 ശേഷം ഇന്നലെ വരെ എവറി ഡേ ദേ ഹാവ് ബീൻ സെല്ലിങ്. അവിടെ സിംഗിൾ ഡേ അവർക്കൊരു പോസിറ്റീവ് ഫിഗേഴ്സ് വന്നിട്ടില്ല. ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു സെൽ. ഐ തിങ്ക് ദ പ്രോസസ് വിൽ കണ്ടിന്യൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ FI സെല്ലിംഗ് എല്ലാം വരുന്നത് ഹെവി വെയ്റ്റ്സിലാണ്, ബാസ്ക്കറ്റ് സെല്ലിങ്ങാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഹെവി വെയ്റ്റ്സ് ലൈക്ക് റിലയൻസ് ആൻഡ് ഓൾ ഭയങ്കരമായിട്ട് ബോണസ് അനൗൺസ് ചെയ്യുന്ന അന്ന് പോലും റിലയൻസ് വീഴുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് FIs സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും യെസ്റ്റർഡേ വാട്ട് ഐ നോട്ടീസ്ഡ് ഇസ്, നമ്മൾ നേരത്തെ ഈ FIs സെല്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് ലൈൻ സ്റ്റോക്സ് ആണ്, അതൊക്കെയാണ് ഇത്രയും കാലമായിട്ട് വീണുകൊണ്ടിരുന്നത്. ബട്ട് ഇന്നലെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഹാവ് സ്റ്റാർട്ടഡ് ഫോളിങ്. അപ്പം പലപ്പോഴും മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് താഴെ വരില്ല. കാര്യം നമ്മുടെ കയ്യിലൊക്കെ നല്ല മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ മാർക്കറ്റ് അധികം വീണില്ല, 50 പോയിൻറ്റ് 60 പോയിൻറ്റ് വീണിട്ടുള്ളൂ. പക്ഷേ എല്ലാവരുടെയും പോർട്ട്ഫോളിയോസ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് FIസിൻ്റെ സെല്ലിങ് തന്നെയാണ്. അപ്പോൾ FIസിൻ്റെ സെല്ലിങ് ഫ്രണ്ട് ലൈനിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പല ആൾക്കാർക്കും ഫ്യൂച്ചേഴ്സിൽ ഓപ്ഷൻസിലൊക്കെ പൊസിഷൻസ് ഉണ്ടാവും. വാട്ട് വിൽ ഹാപ്പൻ, ദേ വിൽ സ്റ്റാർട്ട് ലൂസിങ് മണി. അത് കവർ ചെയ്യാനായിട്ട് ദേ വിൽ സ്റ്റാർട്ട് സെല്ലിങ് ദർ ഹോൾഡിങ്സ് ഇൻ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സ്റ്റോക്സ്. അപ്പം എനിക്ക് പറയാനുള്ളത് നമുക്ക് അത്രയും ഒരു വറിയിങ് ഫാക്ടറായിട്ടൊന്നും നമുക്കില്ല. FI സെല്ലിങ് ഗ്രാജുവലായിട്ട് നിൽക്കാനായിട്ടാണ് ചാൻസ്. പിന്നെയുള്ള നമ്മുടെ US എലക്ഷൻസിൻ്റെ ഔട്ട്കമ്മാണ്, അതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം US ട്രംപ് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റ്സിന് വളരെ പോസിറ്റീവാണ്. ബട്ട് ബിക്കോസ് ഹീ ഈസ് മോർ ഓഫ് എ ബിസിനസ് മാൻ, ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൂ പൊളിറ്റീഷ്യൻ അല്ല. ഈസ് ഏബിൾ ടു ടേക്ക് വെരി ബോൾഡ് ഡിസിഷൻസ്. ഹി ഡസൻ കെയർ വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പം അത് കാരണം പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ഒരെണ്ണം മെയിനായിട്ടുള്ളത് US കോർപ്പറേറ്റ് ടാക്സ് ഈ സെഡ് വിൽ റെഡ്യൂസ് ഫ്രം 21% to 15%. അപ്പോൾ എത്രത്തോളം അത് ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ ഒരു സെക്കൻഡ് ദിസ് തിങ്, ഒരു ചൈന +1 പോളിസി വളരെ സ്ട്രോങ് ആയിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. കുറച്ച് ഒരു ചൈനീസ് പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ പുള്ളിക്ക് താല്പര്യമില്ല. ഒരു ആൻറ്റി ചൈനീസ് ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്ക് ജനറലായിട്ടുള്ളത്. അപ്പം വാട്ട് ഹി വാസ് സെയിങ് ദാറ്റ്
he will America first എന്നുള്ള പോളിസിയാണ് പുള്ളിക്ക് മെയിനായിട്ടുള്ളത്. What he said that he will impose 10% duty on all imports from all countries, and from Chinese imports he said he will go up to 60%. അപ്പോൾ ചൈനീസ് ഇമ്പോർട്ട്സ് 60% പുള്ളി 60% വരെ കൂട്ടുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൂട്ടിക്കഴിയുകയാണെങ്കിൽ there will be a lot of problem because China may also start imposing duty on imports from US. അങ്ങനെ ഒരു ട്രേഡ് വാറിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഐ ഫീൽ പുള്ളി ഒരു ബിസിനസ് മാനേജർക്ക് അങ്ങനെ ചെയ്യില്ല. ഈ ഇലക്ഷന് മുമ്പ് അത് പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ചില പ്രോഡക്ട്സിനൊക്കെ 60% കൂട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ബട്ട് ഹീ കമ്മിങ് ടു പവർ ഈസ് ഓവറോൾ ഗുഡ് ഫോർ വേൾഡ് എക്കോണമി ആൻഡ് അമേരിക്കൻ എക്കോണമിക്കാണ് ഏറ്റവും നല്ലത്. ദറ്റ് യു ക്യാൻ സീ ദറ്റ് ഡോ ജോൺസ് ആൻഡ് നാസ്ഡാക്ക് ഗോയിങ് അപ്പ് എവറി ഡേ. Second thing, it is good for the world economy. And third thing is it is good for India. Because China plus one policy എന്ന് ഉദ്ദേശിക്കുന്നത് ചൈനയിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഇമ്പോർട്ട് വേണ്ടത്. They are looking for an alternative country where they can trust. അപ്പോൾ അതിൽ ഇന്ത്യക്ക് ഒരു നല്ല ഒരു റോള് പ്ലേ ചെയ്യാനായിട്ട് കാണും. അപ്പോൾ ചൈനീസ് ഇമ്പോർട്ട്സിൻ്റെ ഡ്യൂട്ടി കൂട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പോർട്ട്സ് കുറച്ചുകൂടെ ബെറ്റർ വാല്യൂഷനിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ എക്സ്പോർട്ട്സ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവറോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഇന്ത്യ. പക്ഷേ ട്രംപ് ജയിച്ച ഉടനെ തന്നെ മാർക്കറ്റ് ഭയങ്കര ഇഫോറിയായിട്ട് കയറി. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഈ ബോട്ടം ആയി കഴിഞ്ഞു, ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് കയറുമെന്ന് ചോദിച്ചു. അടുത്ത ദിവസം വീണ്ടും അടിക്കുകയുണ്ടായി. മാർക്കറ്റ് ഇവിടെ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ FIs ഹാവ് ടു സ്റ്റോപ്പ് സെല്ലിങ്. അവരെന്ന് സെല്ല് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ബട്ട് ഐ ആം ഷുവർ ദാറ്റ് അവർക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സെല്ല് ചെയ്ത് പോകാനൊന്നും പറ്റില്ല. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ വറിയിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവരൊരു ചെറിയ പോർഷനെ വിട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്കിപ്പോഴും കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ബൈ ഹെഡ്ജ് ഫണ്ട്സും ഷോർട്ട് ടേം ഫണ്ട്സാണ്. നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് പെൻഷൻ ഫണ്ട്സും അവരൊക്കെ ലോങ് ഓൺലി ഫണ്ട്സ് എന്ന് പറയും. അവരാരും കാര്യമായിട്ടൊന്നും വിറ്റിട്ടില്ല. അതുകൊണ്ട് നമുക്കിനി അങ്ങനെ വലിയൊരു ക്രാഷ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ആസ് സൂൺ ആസ് FI സ്റ്റോപ്പ് സെല്ലിങ് അവർ മാർക്കറ്റ് വിൽ ബൗൺസ് ബാക്ക്. അത് എപ്പോഴാണെന്നുള്ളത് ഇറ്റ് ഈസ് ഓൾ അവർ ഗസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ് മേ എക്സ്റ്റെൻഡ് ഡിസംബർ എൻഡിന് മുമ്പ് FIസിൻ്റെ സെല്ലിങ് നിൽക്കും. പിന്നെ സെക്കൻഡ് ഹാഫ് അവർ എക്കോണമി വിൽ പിക്കപ്പ് ആൻഡ് ദ മാർക്കറ്റ് വിൽ ബൗൺസ് ബാക്ക് ആസ് സൂൺ ആസ് FI സ്റ്റോപ്പ് സെല്ലിങ്.